അന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഞങ്ങളുടെ വർക്കിനുണ്ടായിരുന്നതാണ്. എൻ്റെ ലീഡർ യുവനസ് സാറാണ്. ഞങ്ങളെല്ലാവരും കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു 1 മണിയായപ്പോഴത്തേക്ക് ശനിയാഴ്ച അച്ഛനും ഞങ്ങൾ കയറിയ വീട്ടിൽ തന്നെ സ്റ്റെപ്പ് കാല് മടങ്ങി വീഴുമായിരുന്നു. അപ്പോൾ കാലിൻ്റെ മുട്ട് അപ്പം തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴത്തേക്കാണ് ഡോക്ടർ എക്സ്റേ എടുത്ത് കഴിഞ്ഞപ്പോൾ പറയുന്നത് മുട്ട് പൊട്ടി 3 കഷ്ണമായിട്ടുണ്ട്, സർജറി പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളത് അവിടുന്ന് തന്നെ അമൃതയിലേക്ക് കൊണ്ടുവരുമായിരുന്നു. ഇതിനിടയ്ക്ക് ഞങ്ങൾക്ക് മറ്റു കാര്യങ്ങൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും കറക്റ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. കാരണം എനിക്കൊരു ബ്രദറുണ്ട്, അദ്ദേഹം കൂടെ എത്തണമായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അപ്പം തന്നെ എൻ്റെ കൂടെ സാറുണ്ട്, ഫുൾ ടൈം സാറും കൂടെ ഉണ്ടായിരുന്നു. അമൃതയിൽ ഞങ്ങളൊരു 3:30 വരെ എൻ്റെ ഒപ്പം എൻ്റെ ലീഡർ യുവനസ് സാറും ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ ഡോക്ടറിനെ കാണാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഡോക്ടർ വന്ന് എക്സ്റേ എടുത്തു. അവിടുന്ന് ഫുൾ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞു. ചെക്ക് ചെയ്ത് ആദ്യം പറഞ്ഞു ലിവറിന് കൂടെ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് മുഴുവൻ ഒന്ന് ചെക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവർ കംപ്ലീറ്റ് ആൾക്കാരും കൂടെ ആലോചിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു ഒരു കമ്പി ഇട്ട് ഈ 3 ഇതും കൂടെ പീസായും കൂടെ ആ പീസായ കഷ്ണങ്ങളെല്ലാം കൂടെ കെട്ടിയിട്ട് വേണം ചെയ്യാനായിട്ട്. അതുകൊണ്ട് നിങ്ങൾ അതിനുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ബാക്കി ഇവിടെ ചെയ്യാം. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ബാക്കി ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാം കൂടെ ഒന്ന് സജസ്റ്റ് ചെയ്തിട്ട് ചൊവ്വാഴ്ചത്തേക്ക് വെക്കാമെന്ന് പറഞ്ഞു. അപ്പം അവിടെ നിന്നപ്പോൾ എനിക്ക് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ഒരു വിശ്വാസമില്ലായിരുന്നു. ഞാൻ സാറിനെ വിളിച്ച് പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ മനോജ് സാറും കൂടെ ആ കാര്യം ഞങ്ങൾ സംസാരിച്ചതേ ഉള്ളൂ കുറച്ച് മുമ്പ്. അപ്പം ഞാൻ ഈ മീറ്റിങ്ങിന് വരുന്ന സമയത്ത് ഡോക്ടർ എൻഡോക്രൈനോളജിയുടെ ഡോക്ടർ ആയിട്ട് സംസാരിച്ചിരുന്നു. ഷുഗർ കൂടെ ഇന്നലെ വൈകുന്നേരം ഇപ്പോൾ കൂടി 436 ആയി. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ്റെ കയ്യിൽ ഈ റിസ്റ്റ് ബാൻഡ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ കാണാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഡോക്ടർ നോക്കുന്ന സമയത്ത് അഴിച്ചു മാറ്റും, ബാക്കി ടൈമിൽ കെട്ടിക്കൊടുക്കുമായിരുന്നു. ഇത് അഴിച്ചു മാറ്റുന്ന സമയത്താണ് പിന്നെ ഈ ഷുഗർ കൂടുന്നതായിട്ട് ഞാൻ കണ്ടത്. അങ്ങനെ പിന്നെ ഞങ്ങളത് പറഞ്ഞു. അതിന് ഡോക്ടർ ചോദിച്ചാലും റിസ്റ്റ് ബാൻഡ് കൈ കിടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കിട്ടിയിരുന്നു. വാട്ടർ എനർജി പാഡ് ഡോക്ടർ കാണാതെ ഞങ്ങൾ വലത് കാലിൽ തൊടയുടെ ഭാഗത്തായിട്ട് കെട്ടിയിരുന്നു. മുണ്ടെടുത്തിരുന്നതുകൊണ്ട് അത് കണ്ടില്ല. പക്ഷെ സിസ്റ്റർമാർ വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തോ ഈ കൈ കിടക്കുന്നത്. എൻ്റെ ലീഡറും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് സാറ് പറഞ്ഞു അത് ഞങ്ങളൊരു വാച്ച് ഇട്ടിരിക്കുകയാണ് അച്ഛൻ്റെ കയ്യിൽ, അതവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഇപ്പോൾ എൻഡോക്രൈനോളജി ഡോക്ടർ വന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ചൊവ്വാഴ്ചത്തേക്ക് തന്നിരിക്കുന്ന ഡേറ്റ്. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. ഇപ്പം എൻ്റെ ബ്രദറും അമ്മയും കൂടെ വിളിച്ചിരുന്നു. ഡോക്ടർ വന്നിരുന്നു. അച്ഛനെ നോക്കുന്ന ഡോക്ടറാണ് ഇപ്പോൾ വന്നത്. ഡോക്ടർ വന്ന് അച്ഛൻ്റെ കാല് പൊക്കുകയും താഴത്തേക്ക് നോക്കി. അച്ഛന് വേദനയില്ല, അതാണ് ഡോക്ടർക്ക് തോന്നിയത്. ഡോക്ടർക്ക് അന്നേരം മുതലൊരു അതിശയം. കാരണം എക്സ്റേയിൽ പൊട്ടിയിരുന്ന കാലാണ്, വേദന എന്ന് പറയുന്ന സാധനമില്ല. ഷുഗർ ഇപ്പോൾ 14ലേക്ക് താന്നുപോയി. അത്രയും ലെവലിൽ താന്നിട്ട് പഞ്ചസാര കൊടുക്കാൻ പറഞ്ഞിട്ടു. അങ്ങനെ അത്ര ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ ഈ കായ് കിടക്കുന്ന സാധനം ഇപ്പം കണ്ടു. അവർ ഓർത്തോലുള്ള എല്ലാവരും കൂടെയാണ് വന്നിരുന്നത്. അപ്പം ഇത് പെട്ടെന്ന് അങ്ങനെ ഒരു മിറാക്കളായിട്ട് അവർക്ക് തോന്നിയുകൊണ്ട് അവർ ആരോടും പറഞ്ഞില്ല. അവർ അച്ഛനോട് ചോദിച്ചത് എന്താണെന്ന്. അച്ഛൻ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞില്ല. മോൾക്ക് എല്ലാം അറിയാവുള്ളെന്ന് പറഞ്ഞു. ഇത് ഡോക്ടർ ഫോട്ടോ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് ഇപ്പം എന്നെ കാണണമെന്ന് പറഞ്ഞിരിക്കുവാണ്. എനിക്ക് കോള് വന്നിരുന്നു. എൻ്റെ സർജറി മാറ്റി വെച്ചു. 1.5 ലക്ഷം രൂപ പറഞ്ഞിരുന്ന സർജറിയാണ് നാളത്തേക്ക്. ഞങ്ങൾക്ക് അതിൽപ്പരം ഇനി സന്തോഷം വരുന്നില്ല. കാരണം അച്ഛന് ഇനി കാല് കീറേണ്ടി വരും. കാരണം ആ കാല് ഒരു തവണ കീറിയതാണ്, 3 തവണയായിട്ട് കീറി. പിന്നെ ഷുഗർ കൂടി സെപ്റ്റിക്കായി. പിന്നെ ആ കാല് മുറിച്ച് കളയണമെന്ന് പറഞ്ഞൊരവസ്ഥ വരെ എത്തിയ കാലമാണ്. അതാണ് ഇപ്പം ഞങ്ങൾക്ക് ദൈവം തിരിച്ചു തന്നിരിക്കുന്നത്. സാഗർ ജോഷി സാറിനും ബയോട്ടോറിനും എല്ലാത്തിനും ഞാനിപ്പോൾ ഈ സമയം തന്നെ